ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയിലോട്ട് തന്നെ പോവാം. ഒരു വീഡിയോ ഇപ്പൊ പ്ലേ ആവും. ആ വീഡിയോ ശ്രദ്ധിച്ച് കാണണം. കണ്ടതിന് ശേഷം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ. വീഡിയോ പ്ലേ ചെയ്യട്ടെ? സെറ്റ് അല്ലേ? അപ്പോ ലെറ്റ്സ് പ്ലേ ദ വീഡിയോ. വീട് മിമിക്രി പ്രൊഫഷണൽ അടിയുന്നുണ്ടോ? മിമിക്രി പ്രൊഫഷനാണ് സർ. ആരൊക്കെയാണ് ലിസ്റ്റിലുള്ളത്? ഒന്ന് രഞ്ജിയേട്ടൻ, ഡയറക്ടർ രഞ്ജിത്ത്. പിന്നെ നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ ലാലേട്ടൻ. പിന്നെ കുമരങ്കരപ്പള്ളി ജോയ് മാത്യു സർ. വീട് പെരുമ്പാവൂർ. എന്ത് ചെയ്യുന്നു അവിടെ? പെരുമ്പാവൂർ അവിടെ മിമിക്രി ഒക്കെ ചെയ്യായിരുന്നു, സ്റ്റേജിലൊക്കെ ചെയ്യായിരുന്നു വല്ലപ്പോഴും. ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിക്കാറുണ്ട്. ചോദ്യം വളരെ സിമ്പിൾ ആണ്. ആരാണ് ഇതിന്റെ അവതാരകൻ എന്നുള്ളതാണ്. ആരാണ് ഇതിന്റെ അവതാരകൻ എന്നുള്ളതാണ്. അതല്ല ചോദ്യം, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. 2 പേരുണ്ടായിരുന്നു മിമിക്രി കാണിക്കാൻ. ഒന്ന് സുരാജ് വെഞ്ഞാറമ്മൂടും, മറ്റത് ജയറാമേടും. അല്ലേ? സുരാജ് ഏട്ടനും ജയറാമേടും. സുരാജ് ഏട്ടന്റെ ലിസ്റ്റിൽ 3ാമതായിട്ടുണ്ടായിരുന്ന ആളാരാണ്? സുരാജ് ഏട്ടൻ ഒരു ലിസ്റ്റ് പറഞ്ഞു. അതിൽ അദ്ദേഹം ലിസ്റ്റിൽ ഓരോ ആൾക്കാരുടെ പേര് പറഞ്ഞു. 3ാമത്തെ പേരുകാരൻ ആരായിരുന്നു? ലാലേട്ടൻ. അതാണ് ഉറപ്പായിട്ടുള്ള ഉത്തരവാണെങ്കിൽ പറഞ്ഞാൽ ഞാനത് ഉറപ്പിക്കാം. If you think that is the right answer, you can actually lock on to the answer. അല്ലേ? ലാലേട്ടൻ. ഓഡിയൻസ്, ഈ ഉത്തരം ശരിയാണോ? ആ ഉത്തരം ശരിയാണെന്ന് തോന്നുന്ന ആൾക്കാർ മാത്രം കൈവെക്കും. ചുമ്മാങ്കിലും ആരും കൈവെക്കുന്നില്ല. അപ്പൊ ഈ ഓഡിയൻസ് പറഞ്ഞതാണെങ്കിൽ ഉറപ്പിക്കാലോ ഉത്തരം തെറ്റാണ്. I'm really sorry. The answer is wrong. ഉത്തരം അറിയാവുന്നവർ മാത്രം കൈവെക്കോ. ഉത്തരം ഒരാളേ ഉള്ളൂ. ആരാ? പറഞ്ഞു. ജോയ് മാത്യു. ബെസ്റ്റ്. ഇത്രയൊക്കെ ബിൽഡപ്പ് ചെയ്തിട്ട് അവസാനം ജോയ് മാത്യു. പുള്ളി അവിടെ അങ്ങനല്ലോ, കുമരങ്കരി പള്ളി എന്നല്ലേ പറഞ്ഞത്. ലിസ്റ്റിലെ പേരെന്താ പറയണ്ടേ? ജോയ് മാത്യു. കുമരങ്കരപ്പള്ളി അല്ല പറയണ്ടേ, ജോയ് മാത്യു ആണ് ശരിയായ ഉത്തരം. ഓടിവാ, ഓടിവാ. ആ കുട്ടി വന്നപ്പോ ആ പി ഊരിയ ആൾ ഒരിക്കൽ കൂടി വന്നു. കൃഷ്ണപ്രിയ, വെൽക്കം വെൽക്കം. ഓ, ചെരുപ്പൊക്കെ ഊരി ഓടാൻ തയ്യാറെടുത്താണ് വന്നേക്കുന്നത്. കണ്ടോ? ബാഹുബലിക്ക് കൊടുത്ത വെൽക്കമാണ് പുള്ളി ഇപ്പൊ കൊടുത്തത്. ഒന്നുകൂടെ ഒറ്റ തവണയും. ഇതൊരു ജോലിയായി എടുത്തൂടെ? നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കൃഷ്ണപ്രിയ എന്ത് ചെയ്യുന്നു മോളെ? എവിടെയാ പഠിക്കുന്നത്? കോളേജിന്റെ പേരെന്താ? മൂകാംബിക കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആൻഡ് റിസർച്ച്. മൂകാംബിക കോളേജ്. ഗെയിം എന്താണെന്ന് അറിയണ്ടേ? We'll go straight to Meenakshi Sudhir. ബോൾ ഇതാ ഈ ഒരു സ്റ്റാർട്ട് പോയിന്റിൽ വെക്കുക. അവിടെ നിന്ന് ഇങ്ങനെ ചാഞ്ചാടി നമ്മുടെ എൻഡ് പോയിന്റിൽ ചാടിയതായിട്ട് ഞാൻ കണ്ടില്ല. ആക്ച്വലി ചാഞ്ചാട്ടം വരുന്നത് ഇതാ ഇവിടെ വന്നിട്ടാ. കാരണം ഇവിടെ കുറെ കടമ്പകളുണ്ട്. ആ ഒരു കടമ്പകളൊക്കെ കടന്ന് ഈ ഒരു എൻഡ് പോയിന്റിൽ എത്തണം. അതാ ഇങ്ങനെ എത്തിക്കണം. ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന റെഡ് റിബൺ കെട്ടിയിട്ടുള്ള കയ്യിൽ ഒതുങ്ങാവുന്ന അത്തരം ഗിഫ്റ്റ് എടുത്ത് നിലവറ അടയ്ക്കുന്നതിന് മുമ്പ് വെളിയിലേക്ക് കടക്കുക. സുപ്രിയ, ഇതിന് എളുപ്പമായിട്ടൊരു ടാസ്ക് കിട്ടാനില്ല. കൃഷ്ണപ്രിയ റെഡിയല്ലേ? അപ്പൊ ഓടൂ, വാരൂ, നേടൂ, ഗോ. ഇവിടെ നിന്ന് വേണം തുടങ്ങാൻ. കൊണ്ടുവന്നോ. യെസ് യെസ്. പോട്ടെ. എൻഡ് പോയിന്റ് എത്തിക്കട്ടെ. എൻഡ് പോയിന്റ്. യെസ് യെസ്. കഴിഞ്ഞു. ഒറ്റ ബോൾ മതി. പൊയ്ക്കോ. ഇഷ്ടംപോലെ സമയമുണ്ട്. അടഞ്ഞേ ഉള്ളൂ ഇപ്പൊ. നമ്മുടെ കൊക്കിൽ ഒതുങ്ങലല്ലേ നമുക്ക് കൊത്താൻ പറ്റുള്ളൂ അല്ലേ? ഇത് വെച്ചോ, ഇങ്ങോട്ട് വെച്ചോ, നോക്കട്ടെ. ആ ബോർഡും എടുത്തോ? എനിക്ക് തോന്നുന്നത് അവർക്ക് ആ ബോർഡ് തിരിച്ചു വേണ്ടി വരുന്നതാണ്. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കാസറോൾ. പിട്ടാപ്പള്ളി നൽകുന്ന ഒരു ഇലക്ട്രിക് കെറ്റിൽ. 2 ഹോസ്റ്റലിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ അല്ലേ? ഹോസ്റ്റലിലുണ്ട്. ആണല്ലേ? ഓ, അതായത് ഇത് ഹോസ്റ്റലിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ഹോസ്റ്റലിലുള്ള സാധനങ്ങളാണ്, നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളാണ് അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ കൃഷ്ണപ്രിയ? പക്ഷെ കലക്കിയട്ടാ. 2 സാധനങ്ങൾ അടിച്ചു പൊളിച്ചെടുത്തു. ഒരു ഉഗ്ര കൈ കൊടുത്തു നിങ്ങളുടെ ടീമിന്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ
ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.